നമസ്കാരം, GC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടെൻഡർ വിളിച്ച നിർമ്മാണ പ്രവർത്തനത്തിനു വേണ്ടി സമരം ചെയ്യുന്ന DYFI നടപടി അപഹാസ്യമാണെന്ന് UDYF. ത്രിവേണി സൂപ്പർ മാർക്കറ്റ് കുന്നിക്കോടും പ്രവർത്തനം തുടങ്ങുന്നു. ഉദ്ഘാടനം വെള്ളിയാഴ്ച വകുപ്പ് മന്ത്രി നിർവഹിക്കും. കള്ളവോട്ടുകൾ വ്യാപകമായി ചെയ്തിട്ടും 7 വോട്ടിനാണ് പത്തനാപുരം പഞ്ചായത്ത് ഭരണം ഇടതുമുന്നണി നിലനിർത്തിയതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വാർത്തകൾ വിശദമായി. ടെൻഡർ വിളിച്ച നിർമ്മാണ പ്രവർത്തനത്തിനു വേണ്ടി സമരം ചെയ്യുന്ന DYFI നടപടി അപഹാസ്യമാണെന്ന് UDYF ആരോപിച്ചു. പത്തനാപുരം പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിനാണ് ആരോപണം ഉന്നയിച്ചത്. KB ഗണേഷ് കുമാർ MLAയുടെ സ്പെഷ്യൽ വികസന ഫണ്ടിൽ നിന്നും 85 ലക്ഷം രൂപ അനുവദിച്ചതിനെ തുടർന്ന് കറവൂർ കോട്ടകയം റോഡിന്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ചതിനു പിന്നാലെ ഈ റോഡിന്റെ നിർമ്മാണ ആവശ്യവുമായി സമരം ആരംഭിച്ച DYFI നടപടി അപഹാസ്യമാണെന്ന് UDFന്റെ യുവജന സംഘടന ആരോപിച്ചു. കറവൂർ കോട്ടകയം റോഡുമായി ബന്ധപ്പെട്ട് പത്തനാപുരം MLAക്കെതിരെ ചില ആക്ഷേപങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ചില ഇടതുപക്ഷ യുവജന സംഘടനകൾ നടത്തിയ അപഹാസ്യപരമായ സൂചന സമരത്തിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ വിശദാംശങ്ങൾ ധരിപ്പിക്കുന്നതിന് വേണ്ടി മാധ്യമലോകത്തെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ LDF ഭരിക്കുന്ന കേരളത്തിൽ ആ പത്തനാപുരം നിയോജക മണ്ഡലം UDF MLA ആണ് പത്തനാപുരം നിയോജക മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ചുള്ളത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ റോഡ് പണി നടന്നു കഴിഞ്ഞാൽ അത് UDFന് ഗുണം ചെയ്യുമെന്ന് കണ്ടുകൊണ്ട് LDF ഗവൺമെന്റും അതുപോലെ തന്നെ വനം വകുപ്പും ശക്തമായി ആ പണി നടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് 7-8 മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആ പണി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചു വന്നിരിക്കുന്നത്. ഇപ്പം ബഹുമാനായ MLAയുടെ ശ്രമഫലമായാണ് അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ വികസന ഫണ്ടിൽ നിന്ന് 85 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് ഈ പണി ആരംഭിക്കുവാൻ പോകുന്നത്. അതിന് വ്യക്തമായ വനംവകുപ്പിന്റെ പുനലൂർ ഡിവിഷണൽ ഓഫീസിൽ അതിന് ദർഖാസ്ത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അതിന്റെ കോപ്പിയാണ് ഞങ്ങൾ ഇവിടെ ഹാജരാക്കിയിട്ടുള്ളത്. 85 ലക്ഷം രൂപയുടെ ദർഖാസ്ത് അത് വിളിച്ചിരിക്കുന്നു. അപ്പോൾ ഈ പണി ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ DYFI പോലെയുള്ള ഒരു യുവജന സംഘടന ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ജനങ്ങളുടെ മുന്നിൽ എഴുതി നിൽക്കുന്ന DYFI പോലുള്ള ഒരു യുവജന സംഘടന ഇത്തരം സമരങ്ങൾ നടത്തുന്നത് ഒരു അപഹാസ്യമാണ് എന്ന് പറയാനാണ്. കഴിഞ്ഞ തവണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയിരുന്നപ്പോൾ ഒന്നും ചെയ്യുവാൻ കഴിയാതിരുന്ന DYFI നേതാവ് ഇപ്പോൾ MLAക്കെതിരെ രംഗത്ത് വരുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനാണെന്നും UDYF കുറ്റപ്പെടുത്തി. ഇടത് ഗവൺമെന്റും വനംവകുപ്പും എതിർ നിലപാടുകൾ സ്വീകരിച്ചപ്പോഴും KB ഗണേഷ് കുമാർ MLAയുടെ നിശ്ചയദാർഢ്യമാണ് റോഡിന് അനുമതി ലഭിച്ചതിന് പിന്നിലെന്നും UDYF നേതാക്കൾ അവകാശപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുധീർ മലയിൽ, റിയാസ് മുഹമ്മദ്, റിജു ചേകം, അജികുമാർ, റജിമോൻ, കുഞ്ഞുമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. മലയാളത്തിന്റെ അനശ്വര നടൻ ജയൻ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് 3 ദശാബ്ദങ്ങൾ പിന്നിടുന്നു. ഒരു റിപ്പോർട്ട്. മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ പൗരുഷത്തിന്റെ ആൾരൂപമായി വളർന്നു കയറിയ അതുല്യ നടനാണ് ജയൻ. സിനിമാ ലോകത്തെ ഒന്നാകെ കണ്ണീരണിയിച്ച ആ വിയോഗത്തിന് ഇന്ന് വയസ്സ് 30. കൊല്ലം തേവള്ളി ഓലയിൽ പൊന്നച്ചൻ വീട്ടിൽ കൃഷ്ണൻ നായർ എന്ന യുവാവ് ജയൻ എന്ന മഹാനടനാകുന്നതിൽ കഠിന പ്രയത്നവും കഷ്ടപ്പാടുമാണെന്ന് സുഹൃത്തുക്കൾ ഓർമ്മിപ്പിക്കുന്നു. നസീർ, മധു, സോമൻ തുടങ്ങിയ മഹാരഥന്മാർ അരങ്ങവാണിരുന്ന കാലത്തായിരുന്നു ജയന്റെ സിനിമാ പ്രവേശം. ചെറിയ റോളുകളിലൂടെ അഭിനയിച്ച് മുന്നേറിയ ജയൻ വളരെ പെട്ടെന്നായിരുന്നു 1ാം നിര നടന്മാരുടെ പട്ടികയിലെത്തിയത്. 1980 കോളിളക്കം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ അതിസാഹസിക രംഗം ചിത്രീകരിക്കുന്നതിനിടയിലുണ്ടായ അപകടത്തിലാണ് ജയൻ മരിച്ചത്. അന്ന് അദ്ദേഹം മരിച്ചത് വൃശ്ചികം 1-നാണ്. എല്ലാ വർഷവും ഈ ദിവസം ജയന്റെ ഓർമ്മ ദിവസമായി ആ അതുല്യ നടന്റെ ആരാധകർ സ്മരിക്കുന്നു. മലയാള സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രശസ്തരായിരുന്ന പ്രേം നസീർ, ഭരത് ഗോപി, മുരളി, സംഗീത സംവിധായകൻ രവീന്ദ്രൻ തുടങ്ങിയവർക്കൊക്കെ ജന്മദേശത്ത് സ്മാരകങ്ങളുണ്ടെങ്കിലും മലയാളത്തിന്റെ ആക്ഷൻ ഹീറോയ്ക്ക് വർഷങ്ങൾ എത്രയായിട്ടും ജന്മനാട്ടിൽ സ്മാരകമുണ്ടായിട്ടില്ല. കരിമ്പന, മൂർഖൻ, അങ്ങാടി, ശരപഞ്ചരം തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ പൗരുഷത്തിന്റെ പ്രതിരൂപമായി ഇടം പിടിച്ച മഹാനായ നടനായിരുന്നു ജയൻ.